വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കൊടും ചൂടിൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് സൂര്യാഘാതമുണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സംസ്ഥാനത്ത് വലിയ ചൂട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ചൂട് ഇനിയും സംസ്ഥാനത്ത് കൊടും ചൂടിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഈ മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇന്നും നാളെയുമായാണ് ചൂട് കൂടാൻ വളരെയധികം ചൂട് കൂടാൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതിൽ പ്രത്യേകമായി പറയുന്നത് കേരളത്തിന്റെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ 25ഓളം പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ചൂട് കൂടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇത് സംബന്ധിച്ചൊരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ ആരും തന്നെ ജോലി ചെയ്യാനായി പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള തരത്തിലുള്ള മുന്നറിയിപ്പും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, അത്തരത്തിൽ പുറം ജോലികൾ ചെയ്യുന്നവർ, അവർക്ക് ഓരോ സ്ഥാപനങ്ങളും അവർക്ക് അതിൻ്റെതായ ORS കലക്കിയ വെള്ളം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ കരുതണമെന്നും അവരുടെ ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂര്യാഘാതത്തിനുള്ള സാധ്യതയും മുന്നറിയിപ്പിൽ പറയുന്നു. അതുകൊണ്ട് വ്യക്തമായും കർശനമായും ഈ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് അതാത് ജില്ലാ ഭരണകൂടങ്ങൾക്കും ഇതിനോടകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എല്ലിനോ പ്രതിഭാസം നിലവിൽ തുടരുന്ന എല്ലിനോ പ്രതിഭാസമാണ് ഇത്തരത്തിൽ ചൂട് കൂടാൻ കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിഗമനം. അതോടൊപ്പം തന്നെ കർണാടകത്തിൽ നിന്നും വീശിയടിക്കുന്ന ശക്തമായ ചൂടുകാറ്റ്, അതാണ് സംസ്ഥാനത്തെ വേനൽ മഴ പോലും കുറയുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്ത് ഇന്നും നാളെയുമായി ഒറ്റപ്പെട്ട 25ഓളം പ്രദേശങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂടിനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ മുന്നറിയിപ്പിൽ പറയുന്നത്. ഈ മുന്നറിയിപ്പ് പ്രകാരം എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ഇതിൽ പറയുന്നു. ഷീജ, നമുക്കറിയാം റെക്കോർഡ് ചൂടാണ് ഈ വർഷം പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഈ സാഹചര്യത്തിൽ ഈ മുന്നറിയിപ്പ് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്? നമുക്കറിയാം അതോടൊപ്പം പാലക്കാട് തന്നെയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പുനലൂരും, അതേപോലെ തെക്കൻ കേരളത്തിന്റെ ഭാഗമെടുക്കുമ്പോൾ പുനലൂരും ശക്തമായ ചൂട് തന്നെയാണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിൽ തെക്കൻ കേരളത്തിലെന്നോ വടക്കൻ കേരളത്തിലോ എന്നല്ലാതെ ഒറ്റപ്പെട്ട 25ഓളം പ്രദേശങ്ങളിൽ എന്നാണ് നിലവിൽ ഇപ്പോൾ ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇറക്കിയിട്ടുള്ള ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. എന്നാലും പാലക്കാട് ജില്ലയിൽ നിലവിൽ ഇതിനോടകം തന്നെ നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. 25ഓളം പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കനത്ത ചൂടിന് സാധ്യതയുള്ള സാഹചര്യത്തിൽ സൂര്യാഘാതത്തിനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതൽ തന്നെയാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് അതാത് ജില്ലാ ഭരണകൂടങ്ങൾക്കാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. അതാത് ജില്ലാ ഭരണകൂടങ്ങൾ ഇതിനാവശ്യമായ കാര്യങ്ങളെല്ലാം, മുൻകരുതലുകൾ എല്ലാം തന്നെ സ്വീകരിക്കണമെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറം ജോലികൾ ചെയ്യുന്നവർക്ക് ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഉറപ്പുവരുത്താനും ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പുറം ജോലികൾ ചെയ്യുന്നവർ രാവിലെ 11 മണി മുതൽ 3 മണി വരെ ഒരു കാരണവശാലും ഇത്തരം പുറം ജോലികളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ തന്നെ അതാത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും നൽകിയിട്ടുള്ളത്. ഹണി, ഷീജ, ഈ 2 ദിവസങ്ങളിൽ ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്ന് നിർദ്ദേശം നൽകുന്നു, ജാഗ്രതാ നിർദ്ദേശം വരുന്നു. എങ്കിൽ പോലും എത്ര നാളത്തേക്ക് കൂടി ഇത്തരം ഉയർന്ന ചൂട് ഉണ്ടാകുമെന്നുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ഏത് തരത്തിലുള്ള മുന്നറിയിപ്പായിരിക്കും ജനങ്ങൾക്ക് നൽകുക? ഹണി, നേരത്തെ തന്നെ മെയ് ആദ്യവാരം വരെ ഇത്തരത്തിലൊരു ചൂട് സംസ്ഥാനത്ത് തുടരും എന്ന് നമുക്ക് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയിച്ചിരുന്നു. എന്നാൽ ഇന്നാണ് ഈ രീതിയിൽ ഒരു കടുത്ത ചൂടിലേക്ക് 2 ദിവസങ്ങൾ സംസ്ഥാനം കടുത്ത ചൂട് നേരിടേണ്ടി വരും എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ മെയ് ആദ്യവാരം വരെ ചൂട് സംസ്ഥാനത്ത് തുടരും. ചൂട് ഓരോ ദിവസം കഴിയുന്നോറും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നും വീശിയടിക്കുന്ന ഈ ചൂട് കാറ്റ് തന്നെയാണ് സംസ്ഥാനത്ത് വേനൽ മഴ കുറയാൻ കാരണമായിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വേനൽ മഴ ഇത്തവണ വളരെ കുറവ് തന്നെയായിരുന്നു. അതിൽ വേനൽ മഴ കൂടുതലായി ഇത്തവണ സംസ്ഥാനത്ത് ലഭിച്ചിട്ടുമില്ല. എന്നാൽ മെയ് 2ാം വാരം കഴിയുമ്പോൾ വേനൽ മഴ അല്പമെങ്കിലും ലഭിക്കും എന്നൊരു പ്രതീക്ഷയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നത്. എന്നാൽ അതിനിടയിലാണ് ഈ രീതിയിൽ 2 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കൊടും ചൂടിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഒരു തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും വേനൽ മഴയെ ഇത് ബാധിക്കാനും സാധ്യതയുണ്ട് എന്നാണ് നിഗമനം.
ഇന്നും നാളെയും കേരളത്തിൽ കനത്ത ചൂടിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഒപ്പം സൂര്യാഘാതത്തിന് ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളാണ് എസ് ഷീജ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. സോണിയാഗാന്ധിക്കെതിരായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ ആടിയുലഞ്ഞ പാർലമെന്റ്. ലോക്സഭയിൽ ബിജെപിയും രാജ്യസഭയിൽ കോൺഗ്രസും വിഷയമുന്നയിച്ചു. സോണിയാഗാന്ധിക്കെതിരായ സുബ്രഹ്മണ്യം സ്വാമിയുടെ പ്രസ്താവനയിൽ രാജ്യസഭാ നടപടികൾ തടസ്സപ്പെട്ടു. ആരോപണത്തിനു പിന്നിൽ ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ ഒത്തുകളിയുണ്ടെന്ന വാദം നിരാകരിച്ച കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു. വിവരങ്ങളുമായി സന്തോഷ് സലിംഗ് ചേരുന്നു. സന്തോഷം, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിവിഐപികൾക്ക് സഞ്ചരിക്കാനായി ഇറ്റലിയിൽ നിന്നും ഹെലികോപ്റ്റർ വാങ്ങുന്നതിനായി അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടാണ് ഇന്ന് പാർലമെന്റിനെ ഏറെ ആടിയൊലിച്ചത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിന്റെ പേരിൽ രാജ്യസഭയിൽ ബിജെപി കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ബിജെപി നേതാവ് സുബ്രഹ്മണ്യ സ്വാമി സോണിയാഗാന്ധിയെ പേരെടുത്ത് പറഞ്ഞു വിമർശിച്ചു. അഴിമതിക്ക് പിന്നിൽ സോണിയാഗാന്ധിയാണ് എന്നായിരുന്നു സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത്. ഈ പരാമർശത്തിൽ പ്രകോപിതരായ കോൺഗ്രസ് അംഗങ്ങൾ സീറ്റ് വിട്ട് എഴുന്നേറ്റു. സ്പീക്കറുടെ ഡയസിന് ചുറ്റുമെത്തി. തുടർന്ന് ഒരു വേള ബിജെപി എംപിമാരുടെ സീറ്റിന് നേരെയും കടന്നതോടെ സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് ചേർന്നെങ്കിലും സമാന സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. സോണിയാഗാന്ധിയുടെ പേര് രാജ്യസഭയിൽ ഉന്നയിച്ചത് ചട്ടലംഘനമെന്ന് കോൺഗ്രസ് പറഞ്ഞു. ഈ കോൺഗ്രസിന്റെ ആവശ്യത്തെ തുടർന്ന് സഭാ രേഖകളിൽ നിന്ന് കുര്യൻ ഈ സോണിയാഗാന്ധിയുടെ പേര് നീക്കി സുബ്രഹ്മണ്യ സ്വാമി ശാസിക്കുകയും ചെയ്തു. അതേസമയം ഈ ആരോപണത്തിന് പിന്നിൽ ഇന്ത്യ ഇറ്റലി പ്രധാനമന്ത്രിമാർ തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് കുറ്റപ്പെടുത്തി. ഇതിനെ അരുൺ ജെയ്റ്റ്ലി എതിർക്കുകയും ചെയ്തു. പിന്നീട് സോണിയാഗാന്ധി ആരോപണങ്ങളോട് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പുതിയ വിവാദത്തെ കോൺഗ്രസ് പാർട്ടി ഭയപ്പെടുന്നില്ല. എൻഡിഎ സർക്കാർ വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കട്ടെ എന്നും സോണിയാഗാന്ധി പറഞ്ഞു. സോണിയാഗാന്ധിക്കെതിരെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ ആടിയുലഞ്ഞ പാർലമെന്റ്. വിവരങ്ങളാണ് സന്തോഷ് സലിംഗ് നൽകിയത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലെ അഴിമതിയിൽ കുരുങ്ങി കോൺഗ്രസ്. ഇറ്റലിയിൽ നിന്നും ഹെലികോപ്റ്റർ വാങ്ങുന്നതിന് കോൺഗ്രസ് നേതാക്കൾ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. കൈക്കൂലി നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനി മേധാവിയെ ഇറ്റാലിയൻ കോടതി ശിക്ഷിച്ചിരുന്നു. ശിക്ഷാവിധിന്യായത്തിൽ സോണിയാഗാന്ധി അടക്കമുള്ളവർക്കെതിരെ പരാമർശമുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി തുടങ്ങിയവരും പ്രതിക്കൂട്ടിലാകുന്നു. വിവിഐപികൾക്ക് സഞ്ചരിക്കാനായി ഇറ്റലിയിൽ നിന്നും ഹെലികോപ്റ്റർ വാങ്ങുന്നതിനായി 3600 കോടി രൂപയുടെ കരാറാണ് UPA കാലത്ത് ഒപ്പിട്ടത്. ഇതിനായി അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനി ഇന്ത്യയിൽ ഇടനിലക്കാരെ നിയോഗിച്ച് കോൺഗ്രസ് നേതാക്കൾക്കും അന്നത്തെ വ്യോമസേനാ മേധാവി SP ത്യാഗിക്കും കൈക്കൂലി നൽകിയെന്നാണ് ആരോപണം. കൈക്കൂലി നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനി മേധാവി ഗ്യൂസപ്പ ഓർസിയെ ഇറ്റാലിയൻ കോടതി ശിക്ഷിച്ചു. ശിക്ഷാവിധിന്യായത്തിൽ കരാറിന്റെ മുഖ്യ പ്രചോദക സോണിയാഗാന്ധിയാണെന്ന് റിപ്പോർട്ടുണ്ട്. കൂടാതെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അക്കാലത്ത് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി, സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന MK നാരായണൻ തുടങ്ങിയവരെക്കുറിച്ചും വിധിന്യായത്തിൽ ഇറ്റാലിയൻ കോടതി പരാമർശിക്കുന്നതായും ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിധിന്യായത്തിന്റെ പകർപ്പ് ലഭിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചു. കൈക്കൂലി നൽകിയവരെ ശിക്ഷിച്ചു, വാങ്ങിയവർക്ക് എന്ത് ശിക്ഷയെന്ന ചോദ്യം ഉന്നയിച്ച് പ്രശ്നം BJP ആളിക്കത്തിച്ചു കഴിഞ്ഞു. മോദിക്കെതിരായ നിരവധി ആരോപണങ്ങളിൽ നട്ടം തിരിയുന്ന BJP അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിനെ പിടിവള്ളിയായാണ് കരുതുന്നത്. കരാറിൽ ഇടനിലക്കാരനായി നിന്ന ഇംഗ്ലണ്ട് സ്വദേശി ക്രിസ്ത്യൻ മൈക്കിളിനെ പിടികൂടണമെന്ന് CBI ഇന്റർപോളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരാർ സംബന്ധിച്ച് ഒരു കേസും നിലവിലില്ലെന്നും വിവാദത്തെക്കുറിച്ച് വിശദീകരണം പാർട്ടി നൽകുമെന്നും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രതികരിച്ചു. കൈക്കൂലി ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. കേസിൽ രാഷ്ട്രപതി ഭരണം സംബന്ധിച്ച ഇടക്കാല ഉത്തരവുണ്ടായേക്കും. ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച കേസ് പരിഗണിച്ച കോടതി രാഷ്ട്രപതി ഭരണം റദ്ദാക്കിയുള്ള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ മുഴുവൻ പകർപ്പ് ലഭ്യമാക്കാനും നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയും മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകരും കോൺഗ്രസ് നേതാക്കളുമായ കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വിയും ഹാജരാകും. തിരികെ വാർത്തകളിലേക്ക്. ബാർക്കോഴ ഗൂഢാലോചന കേസിൽ ക്രൈംബ്രാഞ്ച് ബിജു രമേശിന്റെ മൊഴിയെടുത്തു. SP ഉണ്ണിരാജയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത്. തെരഞ്ഞെടുപ്പിന് മുൻപ് മന്ത്രിമാരെ കുറ്റവിമുക്തരാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമമെന്ന് ബിജു രമേശ് ആരോപിച്ചു. MR സജേഷ് ചേർന്നു. സജേഷ്, മൊഴിയെടുക്കൽ പൂർത്തിയായോ? എന്തൊക്കെ കാര്യങ്ങളാണ് ബിജു രമേശ് പറഞ്ഞത്? 11 മണിയോടുകൂടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ മൊഴിയെടുപ്പ് ആരംഭിച്ചത്. ബാർക്കോഴ കേസ് പരാതിക്കാരനായ ബിജു രമേശും അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേഷിനും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്ന് വിജിലൻസ് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചന അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് SP ഉണ്ണിരാജയുടെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത്. 2 മാസം മുമ്പാണ് അന്വേഷണ സംഘം രൂപീകരിച്ചതെങ്കിലും ഇന്നാണ്
മൊഴിയെടുപ്പ് ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് മന്ത്രിമാരെ കുറ്റവിമുക്തരാക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തട്ടിക്കൂട്ടുന്നതിനുള്ള നിർദ്ദേശം ഉന്നതതലത്തിൽ നിന്നുണ്ട് എന്ന സൂചനയാണ് അന്വേഷണ സംഘങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ബാർക്കോഴ ഗൂഢാലോചനയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് നൽകിയേക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരക്കിട്ട് ബിജു രമേശിന്റെ ഉൾപ്പെടെയുള്ള മൊഴിയെടുപ്പുമായി മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനാൽ ഇപ്പോൾ മൊഴി നൽകാനാവില്ല, സമയം കൂട്ടി നൽകണമെന്ന് ബിജു രമേശ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അധിക സമയം അനുവദിക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു റിപ്പോർട്ട് നൽകുമെന്ന സൂചനയാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. KM മാണിക്ക് എതിരായിട്ടുള്ള ബാർക്കോഴ കേസ് ഒരു ഗൂഢാലോചനയാണെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ഈ സർക്കാർ മാറുന്നതിന് മുൻപ് നൽകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ബിജു രമേശും മൊഴിയെടുപ്പിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സുകേഷിന് നേരത്തെ പരിചയമില്ല, ഒരു തരത്തിലുള്ള ഗൂഢാലോചനയും നടത്തിയിട്ടില്ലെന്നും ബിജു രമേശ് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ട്. ഹണി. MR സജേഷ് തിരുവനന്തപുരത്ത് നിന്നും. SSLCയിൽ ഈ വർഷം 96.59% വിജയം. 22,879 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. 1207 സ്കൂളുകളാണ് 100% വിജയം കരസ്ഥമാക്കിയത്. വിജയശതമാനം ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയും കുറവ് വയനാട് ജില്ലയിലുമാണ്. ഇത്തവണ മാർക്ക് ദാനം ഉണ്ടായിട്ടില്ലെന്നും അർഹതപ്പെട്ട മാർക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയതെന്നും DPI വ്യക്തമാക്കി. ഈ വർഷം SSLC പരീക്ഷ എഴുതിയ 4,73,803 വിദ്യാർത്ഥികളിൽ 4,57,654 പേരാണ് ഉപരിപഠനത്തിന് അർഹത നേടിയത്. 96.59% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ 2% കുറവ്. 2015-ൽ 98.57% വിജയം. ചീഫ് സെക്രട്ടറി PK മൊഹന്തിയാണ് ഇത്തവണ ഫലപ്രഖ്യാപനം നടത്തിയത്. Percentage 96.59%. Number of schools with 100% pass 1207. Number of students having A+ grade in all subjects 22,879. 22,879 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. വിജയശതമാനം കൂടിയ വിദ്യാഭ്യാസ ജില്ല മൂവാറ്റുപുഴയും കുറഞ്ഞ വിദ്യാഭ്യാസ ജില്ല വയനാടുമാണ്. 1207 സ്കൂളുകളാണ് 100 മേനി വിജയം കൊയ്തത്. പരീക്ഷാ ബോർഡിന്റെ തീരുമാനപ്രകാരം ഇത്തവണയും മോഡറേഷൻ ഇല്ലായിരുന്നു. മാർക്ക് ദാനം ഈ വർഷം ഉണ്ടായിട്ടില്ലെന്നും അർഹതപ്പെട്ട മാർക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയതെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ MS ജയ പറഞ്ഞു. ഇത്തവണ യാതൊരു ലിബറലൈസേഷനും ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ അർഹിക്കുന്ന മാർക്ക് മാത്രം കിട്ടിയാൽ മതിയെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. റിട്ടേൺ മാർക്കിന് ഒരു മിനിമം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഹോപ്പ്ഫുള്ളി അടുത്ത വർഷത്തേക്ക് ഗവൺമെന്റ് അക്കാര്യത്തിലൊരു ഉചിതമായ തീരുമാനമെടുക്കും. 26,642 പേർക്ക് ഗ്രേസ് മാർക്ക് നൽകി. പ്രൈവറ്റായി പരീക്ഷ എഴുതിയതിൽ പഴയ സ്കീമിൽ 58.07%, പുതിയ സ്കീമിൽ 57.61% വിജയം. SSLC സർട്ടിഫിക്കറ്റുകൾ മെയ് 4-ാം വാരം മുതൽ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും വിതരണം ചെയ്യും. മെയ് 23 മുതൽ 27 വരെ സേ പരീക്ഷകൾ നടത്തും. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കായി ഏപ്രിൽ 29 മുതൽ മെയ് 4 വരെ അപേക്ഷകൾ സ്വീകരിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ DPI അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിൽ കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കി വരൾച്ച. കാപ്പി, കുരുമുളക്, വാഴ എന്നിവയുൾപ്പെടെ വലിയ വിളനാശമാണ് നേരിടുന്നത്. വേനൽ മഴയുടെ കുറവ് മിക്ക വിളകളെയും ബാധിച്ചു കഴിഞ്ഞു. കാപ്പിയും കുരുമുളകും വാഴയുമെല്ലാം ഉണങ്ങിക്കരിഞ്ഞത് ജില്ലയിലെ കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ഇത്തവണ വേനൽ മഴയിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ കുറവാണുണ്ടായത്. ശരാശരി 150 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്ന വേനൽക്കാലത്ത് ഈ വർഷം ഇത് 58 മില്ലിമീറ്റർ മാത്രമാണ്. അടുത്ത വർഷം കാപ്പി ഉൽപാദനത്തിൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് കർഷകർ പറയുന്നു. കുരുമുളകിനും നെല്ലിനുമെല്ലാം സമാനമായ പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത്. കൊടിയാണ് പറ്റ പോയ കൊടിയാണ്, മൊത്തം കൊടി പോയി. ഞങ്ങളൊക്കെ അക്കരെ പറമ്പിൽ ഇങ്ങ സൈഡിലൊന്നും ഒറ്റ കൊടിയില്ല. കബനി നദി വറ്റിവരേണ്ടതോടെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പ്രദേശങ്ങൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയെയാണ് നേരിടുന്നത്. ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്തും മറ്റും കൃഷിയിറക്കിയ കർഷകർക്ക് തിരിച്ചടവിന് മാർഗങ്ങളില്ല. തിരുനെല്ലി പഞ്ചായത്തിലെ മിക്കയിടങ്ങളിലും പുൽപ്പള്ളി മേഖലയിലും പല പ്രദേശങ്ങളും കടുത്ത വരൾച്ചയെയാണ് നേരിടുന്നത്. ക്ഷീരകർഷകരും പ്രതിസന്ധിയെ നേരിടുന്നു. കഴിഞ്ഞ വർഷം 2500 ലിറ്റർ വരെ പാലളന്ന ക്ഷീരസംഘങ്ങൾ ഇപ്പോൾ അളക്കുന്നത് 1400 മുതൽ 1500 ലിറ്റർ വരെ മാത്രമാണ്. വയനാട്ടിൽ നിന്നും അനൂപ് KR.
വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രചരിക്കുന്ന കത്തുമായി ബന്ധമില്ലെന്ന് ഡിവൈഎഫ്ഐ. കത്തിന്റെ ഉറവിടം അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സമൂഹമാധ്യമങ്ങളിൽ കത്ത് പ്രചരിക്കുന്നത് തടയാൻ പാലക്കാട് എസ്പിക്കും സൈബർ സെല്ലിലും പരാതി നൽകുമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശ്രീനാരായണീയർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് കത്തെന്നും ഡിവൈഎഫ്ഐ മാത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി എന്നൊരു ഘടകമില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. കോൺഗ്രസിലെ ഐ വിഭാഗവും UDF-ഉം 1980-ൽ RSS-ഉം ജനസംഘവും ഉൾപ്പെടുന്ന ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. 1977-ൽ ജനതാ പാർട്ടിയുമായി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് സഖ്യത്തിന്റെ പേരിൽ CPIM-നെ കുറ്റപ്പെടുത്തുന്ന മുഖ്യമന്ത്രി കോൺഗ്രസിലെ ഐ വിഭാഗം സമാന സഖ്യത്തിൽ പങ്കാളികളായ കാര്യം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ ഈ പ്രതികരണം. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി CPM-ന്റെ പഴയകാല RSS BJP ബന്ധം വിസ്മരിക്കരുതെന്ന് അഭിപ്രായപ്പെട്ടു. RSS-ഉം ജനസംഘവും ഉൾപ്പെട്ട ജനതാ പാർട്ടിയുമായി 1977-ൽ CPIM സഖ്യമുണ്ടാക്കിയിട്ടുണ്ടെന്നും VP സിംഗ് സർക്കാരിനെ BJP-യും CPIM-ഉം ഒന്നിച്ച് പിന്തുണച്ചുവെന്നും ബീഹാറിൽ BJP-ക്കെതിരെയുള്ള മഹാസഖ്യത്തിൽ നിന്ന് CPIM മാറി നിന്നുവെന്നുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആക്ഷേപം. 77-ലെ തെരഞ്ഞെടുപ്പ് ഈ കാസർഗോഡ് സാക്ഷ്യം വഹിച്ചതല്ലേ? KG മാരാര് എവിടുന്നാ മത്സരിച്ചത്? BJP-യുടെ പേര് നിൽക്കുമ്പോഴല്ലേ ഇന്നത്തെ ഫോട്ടോ ഭീഷണത്തിൽ വന്നിട്ടുണ്ട്. EMS-ഉം വാജ്പേയിയും ജ്യോതി ബാസുവും LK അദ്വാനിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ 89-ലെ VP സിംഗിനെ പ്രധാനമന്ത്രിയാക്കാനായിട്ട്. ബീഹാറിൽ പോലും മതേതരത്വ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി സഹകരിച്ചില്ല. 1980-ൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കേരളത്തിൽ RSS-ഉം ജനസംഘവും അടങ്ങുന്ന ജനതാ പാർട്ടിയുമായി പരസ്യമായി സഖ്യമുണ്ടാക്കിയ കാര്യം മാധ്യമപ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ആ സഖ്യത്തിൽ താൻ ഉൾപ്പെട്ടിരുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. 1980-ൽ ആദ്യമായി വിജയിക്കുകയാണ് ലോക്സഭയില്. മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഒരു വിഭാഗവും ഇന്നത്തെ UDF-ന്റെ അപ്രാഗ്രഹവും അതൊക്കെ രാജഗോപാലിനാണ്. ഏതായാലും ഞാനില്ലല്ലോ. 1980-ൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ RSS-ഉം ജനസംഘവും ഉൾപ്പെട്ട ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു O രാജഗോപാൽ. എതിരാളിയായിരുന്ന LDF-ലെ CPIM സ്ഥാനാർത്ഥി M രാമൻ റൈ വൻ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ നിന്ന് അന്ന് വിജയിച്ചത്. O രാജഗോപാലിന് അന്ന് K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള UDF പരസ്യമായ പിന്തുണയാണ് നൽകിയത്. UDF-ന് കാസർഗോഡ് അന്ന് സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നില്ല. ഇതോടൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിങ്ങളത്ത് UDF ജനതാ പാർട്ടി സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു പിന്നീട് BJP സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KG മാരാർ. 1980-ലെ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ ഭാഗമായിരുന്ന ആന്റണി കോൺഗ്രസിന്റെ നേതാവായിരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി. കോൺഗ്രസിലെ ഇന്നത്തെ ഐ വിഭാഗം RSS-ഉം ജനസംഘവും ഉൾപ്പെടുന്ന ജനതാ പാർട്ടിയുമായി ഉണ്ടാക്കിയ സഖ്യത്തെ തള്ളിപ്പറയുകയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തത്. എന്നാൽ 1991-ൽ K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും നേതൃത്വം നൽകിയ കോൺഗ്രസ് BJP-യുമായി ചേർന്നുണ്ടാക്കിയ കോലീബി സഖ്യം മറ്റൊരു ചരിത്ര സത്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.